2025-8-24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 4-11-2001 മധുബൻ. സത്യവാദിയാകൂ. സമയമനുസരിച്ച് ദയാഹൃദയരായി പരിധിയില്ലാത്ത വൃത്തിയും ദൃഷ്ടിയും കൃതിയും ഉണ്ടാക്കുന്നതിൻ്റെ ദൃഢസങ്കല്പത്തിൻ്റെ ദീപം തെളിയിക്കൂ. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരമായ ബാബ്ദാദ തൻ്റെ അതിപ്രിയപ്പെട്ടതും വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയതുമായ മധുരമധുരമായ കുട്ടികളുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളേവരും കൂടിക്കാഴ്ച ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. ഓടി ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദയും കുട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഓടി ഓടി വന്നിരിക്കുന്നു. നിങ്ങളേവരും ഈ ലോകത്തിൽ നിന്നുമാണ് വന്നത്. ബാബ്ദാദ പരലോകത്തിൽ നിന്നും സൂക്ഷ്മ ലോകത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ദൂരെ നിന്നും വന്നത് ആരാണ്? ആരാണ് ദൂരദേശി? ഡബിൾ ഫോറിനേഴ്സ് ദൂരദേശിയാണോ? അല്ല. ഏറ്റവും ദൂരത്തിലും ദൂരെയുള്ള ദൂരദേശി ബാബ തന്നെയാണ്. ബാബ്ദാദയ്ക്ക് ഇത്തവണ ഡബിൾ വിദേശികളുടെയും ഭാരതവാസികളായ കുട്ടികളുടെയും ഒരു കാര്യത്തിന്മേൽ വളരെയധികം അഭിമാനമുണ്ട്. ഏതൊരു കാര്യത്തിന്മേലാണ് അഭിമാനം ഉള്ളത്? പറയൂ. വിശേഷിച്ച് ഡബിൾ വിദേശികളായ കുട്ടികളുടെ ധൈര്യം കണ്ട് ബാബ്ദാദയ്ക്ക് അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിലും ബാബയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എത്തിച്ചേരുക തന്നെ ചെയ്തു. ഡ്രാമ കളി കാണിച്ചു. എന്നാൽ ബാബയുടെയും കുട്ടികളുടെയും കൂടിക്കാഴ്ചയെ ഡ്രാമയ്ക്ക് പോലും തടയുവാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധൈര്യമുള്ള കുട്ടികളിൽ ബാബ്ദാദ വിശേഷിച്ച് വരദാനങ്ങൾ വർഷിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം ഏത് കുട്ടി ഏതൊരു വരദാനം ആഗ്രഹിക്കുന്നോ ആ വരദാനം ലഭിക്കും, സഹജമായി ലഭിക്കും. എന്നാൽ ഈ വരദാനത്തെ ദിവസവും അമൃതവേളയിലും കർമ്മയോഗി സ്ഥിതിയിലും വീണ്ടും വീണ്ടും ഹൃദയപൂർവം ഓർമ്മിക്കണം. നിരാശമാകരുത്. വരദാനം പ്രാപ്തമാണ്. കേവലം ഏതുപോലെ സ്ഥൂല നയനങ്ങളുടെ മധ്യത്തിൽ നിരന്തരം ബിന്ദു തിളങ്ങുന്നുണ്ടല്ലോ, അതേപോലെ സദാ നയനങ്ങളിൽ ബാബയാകുന്ന ബിന്ദുവിനെ ഉൾക്കൊണ്ട് വയ്ക്കണം. വയ്ക്കുവാൻ സാധിക്കുമോ അതോ പ്രയാസമാണോ? മുന്നിലുള്ളവർ പറഞ്ഞു സഹജമാണ്. അപ്പോൾ എങ്ങനെയാണോ സ്ഥൂലമായ ബിന്ദു നിരന്തരം ഉള്ളത്, അതേപോലെ നയനങ്ങളിൽ നിരന്തരം ബാബയാകുന്ന ബിന്ദുവും ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടാകണം. ഉൾക്കൊണ്ടുവോ? ഫിറ്റായോ? ഇളകി പോവുകയില്ലല്ലോ. അഥവാ നയനങ്ങളിൽ നിരന്തരം ബാബയാകുന്ന ബിന്ദു ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കും നയനങ്ങൾ ആകർഷിതമാവുകയില്ല. പ്രയത്നത്തിൽ നിന്നും മുക്തമാകും. മറ്റു ഭാഗത്തേക്ക് ദൃഷ്ടി പോവുകയില്ല. തീർത്തും സേഫാകും. എന്തു തന്നെ സംഭവിച്ചു കൊള്ളട്ടെ, എന്നാൽ നയനങ്ങളിൽ സദാ ബിന്ദുവായ ബാബ ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടാകണം. സദാ നയനങ്ങളിൽ ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടായിരിക്കുമെങ്കിൽ ഹൃദയത്തിലും അത് തന്നെ ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഹൃദയത്തിലും നയനങ്ങളിലും ഉൾക്കൊള്ളുന്നതിൻ്റെ വിധിയാണ് ബാബ്ദാദയെ അഥവാ പ്രഭുവിനെ തൃപ്തമാക്കുക. പ്രഭു തൃപ്തമാണോ? ബാബ്ദാദയാകുന്ന പ്രഭു താങ്കളുടെ മേൽ തൃപ്തമാണോ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എത്ര % തൃപ്തമാണ്? ചിലർ പറഞ്ഞു 99, ചിലർ പറഞ്ഞു 75%. അഭിനന്ദനങ്ങൾ. ബാബ്ദാദയെ തൃപ്തമാക്കുന്നത് വളരെ സഹജമാണ്. ബാബ്ദാദയെ തൃപ്തമാക്കുന്നതിൻ്റെ സഹജ ഉപാധിയാണ് സത്യമായ ഹൃദയം. സത്യമായ ഹൃദയത്തിൽ പ്രഭു തൃപ്തനാകുന്നു. ഓരോ കർമ്മത്തിലും സത്യവാദി. സത്യത മഹാനതയാണ്. ആരാണോ സത്യമായ ഹൃദയമുള്ളവർ അവർ സദാ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും
സംബന്ധ സമ്പർക്കത്തിലും രാസയുക്തമായിരിക്കും. അതായത് രഹസ്യത്തെ മനസ്സിലാക്കുന്നവരും അതുപോലെ നടക്കുന്നവരും. നമ്മൾ എത്രത്തോളം രഹസ്യയുക്തമാണ് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ അടയാളമാണ്, അഥവാ രഹസ്യം അറിയുന്നുവെങ്കിൽ അവർ ഒരിക്കലും തൻ്റെ സ്വസ്ഥിതി കാരണം അതൃപ്തമാകില്ല, അതായത് നിരാശമാവുകയില്ല. സങ്കല്പത്തിലും വൃത്തി കൊണ്ടും സ്മൃതി കൊണ്ടും ദൃഷ്ടി കൊണ്ടും ആരെയും അതൃപ്തം ആക്കില്ല. കാരണം അവർ സർവരെയും തൻ്റെ സ്വഭാവ സംസ്കാരത്തെയും അറിയുന്ന രാസയുക്തരാണ്. അപ്പോൾ ബാബയെ തൃപ്തമാക്കുന്നതിൻ്റെ വിധിയാണ് രഹസ്യയുക്തമായി നടക്കുക. രഹസ്യയുക്തം എന്നാൽ തൻ്റെ ഉള്ളിലും അതൃപ്തി വരരുത്, മറ്റുള്ളവരെയും അതൃപ്തം ആക്കരുത്. സദാ സമയമനുസരിച്ച് തൻ്റെ മനസ്സും ബുദ്ധിയും സ്വപ്നത്തിൻ്റെ തലവരെയും സദാ ശുഭവും ശുദ്ധവും ആക്കി വയ്ക്കൂ. പല കുട്ടികളും ആത്മീയ സംഭാഷണത്തിനിടയിൽ പറയുന്നു, ബാബ്ദാദ ശക്തികൾ നൽകുന്നു, പക്ഷേ വേണ്ട സമയത്ത് ശക്തി യൂസ് ആകുന്നില്ല. ബാബ്ദാദ വിശേഷിച്ച് എല്ലാ കുട്ടികളുടെയും കൂട്ടുകാരൻ ആകുന്നതിൻ്റെ സംബന്ധം ഉള്ളതിനാൽ വിശേഷിച്ച് ഇങ്ങനെയുള്ള സമയത്ത് എക്സ്ട്രാ സഹായം നൽകുന്നു. എന്തുകൊണ്ട്? ബാബ കുട്ടികളെ സമ്പന്നമാക്കി കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉത്തരവാദിയാണ്. അപ്പോൾ ബാബ തൻ്റെ ഉത്തരവാദിത്വം വിശേഷിച്ച് ഇങ്ങനെയുള്ള സമയത്ത് നിറവേറ്റുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ മനസ്സിൻ്റെ കാച്ചിങ് പവറിൻ്റെ സ്വിച്ച് ഓഫ് ആകുന്നു. അപ്പോൾ ബാബ എന്തു ചെയ്യുവാനാണ്? ബാബ എന്നിരുന്നാലും സ്വിച്ച് ഓൺ ചെയ്യുവാനും തുറക്കുവാനും ശ്രമിക്കുന്നു, പക്ഷേ ടൈം എടുക്കുന്നു. അതിനാൽ എപ്പോഴാണോ പിന്നീട് സ്വിച്ച് ഓൺ ആകുന്നത്, അപ്പോൾ പറയുന്നു, ചെയ്യുവാൻ പാടില്ലാത്തതായിരുന്നു, എന്നാൽ സംഭവിച്ചു പോയി. അപ്പോൾ സദാ തൻ്റെ മനസ്സിൻ്റെ കാച്ചിങ് പവറിൽ അതിനെ താങ്കൾ ടച്ചിങ് എന്ന് പറയുന്നു. ആ ടച്ചിങ്ങിൻ്റെ അഥവാ കാച്ചിങ് പവറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി വയ്ക്കൂ. മായ ഓഫ് ചെയ്യുവാൻ ശ്രമിക്കുന്നു, സെക്കൻഡിൽ ഓഫ് ചെയ്ത് പൊയ്ക്കളയുന്നു. അതിനാൽ ഏതുപോലെ സമയം നിർണായകം ആയിക്കൊണ്ടിരിക്കുമോ, ഇപ്പോൾ കൂടുതൽ ആകേണ്ടതുണ്ട്. ഭയപ്പെടുന്നില്ലല്ലോ. ബാബ്ദാദ മുമ്പും പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ഏവരും വർഷം എന്തുകൊണ്ട് ആഘോഷിച്ചു? ഏതൊരു വർഷമാണ് ആഘോഷിച്ചത്? സംസ്കാരത്തിലൂടെ ലോക പരിവർത്തനത്തിൻ്റെ ഉറപ്പാണല്ലോ. ആഘോഷിച്ചുവല്ലോ, അതോ മറന്നുപോയോ? മുന്നിലുള്ളവർ പറഞ്ഞു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ ലോക പരിവർത്തനത്തിൻ്റെ ഉറച്ച സങ്കല്പം എടുത്തു എന്നിരിക്കെ പ്രകൃതി ബാബയോട് ചോദിക്കുകയാണ്, ഞാൻ ശുചിയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. എന്നാൽ ശുചിയാക്കുന്നവന് ആരാണോ നിമിത്തമായത്, അവർ ചെയ്തുകൊണ്ടിരിക്കവേ ചിന്തയിൽ ആണ്ടുപോകുന്നു, ആശയക്കുഴപ്പത്തിൽ പെട്ടുപോകുന്നു. ചെയ്യണമോ അതോ ചെയ്യണ്ടേ? വേഗം ചെയ്യണമോ മെല്ലെ ചെയ്യണമോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് പ്രകൃതി ചോദിക്കുന്നു. അപ്പോൾ ബാബ്ദാദ പ്രകൃതിക്ക് എന്തുത്തരം നൽകട്ടെ? ഡബിൾ വിദേശികൾ പറയൂ. മുന്നിലുള്ളവർ പറഞ്ഞു, അല്പം കാത്തിരിക്കണം. ഇത് ശരിയായ ഉത്തരമല്ല. അഥവാ ഡബിൾ വിദേശികൾ കാത്തിരിക്കുകയാണെങ്കിൽ പിന്നെ പ്ലെയിൻ ലഭിക്കുകയില്ല. ഇപ്പോഴാണെങ്കിൽ പ്ലെയിൻ ലഭിച്ചുവല്ലോ. പ്ലെയിനിൽ ഉറങ്ങിയാണല്ലോ വന്നത്, സുഖമായി വന്നു ചേർന്നുവല്ലോ. മുഴുവൻ സഭയിലും ആർക്കെങ്കിലും വരുന്നതിൽ പ്രയാസമുണ്ടായോ? കൈ ഉയർത്തു. ഒരാൾ പറഞ്ഞു, നമ്മുടെ പ്ലെയിൻ ഒരു തവണ തിരികെ പോയി, ടൈമിന് എത്തിച്ചേർന്നു. ഇത് ധൈര്യത്തിൻ്റെ കാര്യമാണ്. ആര് അല്പം ഭയന്നുവോ അവർ അവിടെ ഇരുന്നു പോയി. താങ്കൾ ദൃഢസങ്കല്പമെടുത്തു, പോവുക തന്നെ വേണം. അപ്പോൾ എത്തിച്ചേർന്നു. ഒരാളുടെ പ്ലെയിൻ മാത്രം മടങ്ങി, അത്രയല്ലേ ഉള്ളൂ. അത് സാരമില്ല, പിന്നീട് നല്ലത് ലഭിക്കും. ഇപ്പോൾ മുന്നോട്ട് പ്രകൃതിയെയും ശുചിയാക്കുന്നവരെയും ചിന്തയിൽ ആഴ്ത്താതിരിക്കൂ.
കാരണം സ്ഥാപന ചെയ്യുന്നവർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചിന്തയിൽ ആണ്ടുപോകുന്നു. എന്ത് ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യണമോ, ചെയ്യണ്ടേ, ശരിയാകുമോ അതോ ശരിയാകില്ലേ? പൂർണ്ണമായും സ്പഷ്ടമായിരിക്കണമല്ലോ. അതേന്നോ അല്ലെന്നോ, ഇത് റൈറ്റാണ്, ഇത് റോങ് ആണ് എന്നത് ക്ലിയർ ആയിരിക്കണം. പ്രകൃതി താങ്കളുടെ വർഷം ആഘോഷിക്കുന്നത് കാരണം തയ്യാറെടുപ്പ് നടത്തും. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ഥാപനയുടെ നിമിത്തമായിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ, അത് സ്വയം പ്രതിയായാലും മറ്റുള്ളവരെ പ്രതിയായാലും, ചിന്തിക്കുന്നതിൽ സമയം എടുക്കാൻ പാടില്ല. സെക്കൻഡിൽ ക്ലിയർ ടച്ചിങ് ഉണ്ടാകണം. ബിന്ദു ഇടുന്നതിന് എത്ര സമയമെടുക്കുന്നു? മുന്നിലുള്ളവർ പറഞ്ഞു സെക്കൻഡ്. എങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ബിന്ദു ഇടുമ്പോൾ സെക്കൻഡാണോ എടുക്കുന്നത്? ഏതൊരു കാര്യത്തിലും ബിന്ദു ഇടുന്നതിൽ അല്ലെങ്കിൽ ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിന് സെക്കൻഡാണോ എടുക്കുന്നത്? ഏതെങ്കിലും കാര്യം താങ്കളുടെ മുന്നിൽ വന്നു എന്ന് വിചാരിക്കൂ. അതിന് ബിന്ദു ഇടുന്നതിൽ സെക്കൻഡാണോ എടുക്കുന്നത്? പാണ്ഡവർക്ക് സെക്കൻഡാണോ എടുക്കുന്നത്? മുന്നിലുള്ളവർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക്. പാണ്ഡവർക്ക് ബിന്ദു ഇടുന്നതിന് ടൈം എടുക്കുന്നു. ഇവർ പറയുന്നു സെക്കൻഡാണ് എടുക്കുന്നത്. ശക്തികളിൽ ശക്തിയുണ്ടോ? മുന്നിലുള്ളവർ പറഞ്ഞു പാണ്ഡവർ സത്യം പറയുകയാണ്. അങ്ങനെയല്ല, രണ്ടുപേരും സത്യമാണ്. കാരണം അവർക്ക് ബിന്ദു ഇപ്പോൾ വീഴുന്നുണ്ടാകും, താങ്കൾക്കിപ്പോൾ വീഴുന്നുണ്ടാകില്ല. അതിനാൽ വ്യത്യാസമുണ്ടായി. ബാക്കി എല്ലാവരും സത്യത ഉള്ളവരാണ്, സത്യമായ ഹൃദയം ഉള്ളവരാണ്. ശരി. ഹാൾ ഫുള്ളാണ്. താഴെ പാണ്ഡവ ഭവനിലും ഇരിക്കുകയാണ്. താഴെ ഇരിക്കുകയാണ്, എന്നാൽ ബാബ്ദാദയുടെ മുന്നിലാണ്. ദേശവിദേശങ്ങളിൽ ആരാണോ ബാബ്ദാദ മധുബനിൽ വന്നിരിക്കുകയാണ് എന്ന ഓർമ്മയിലിരിക്കുന്നത്, തങ്ങളുടെ ദീർഘവീക്ഷണ ദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരും ഇപ്പോൾ ബാബയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരെ ഇരിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് മധുബനിലാണ്. താങ്കളുടെ ഈ സാകാരവതനത്തിലെ ഈ സാധനങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എന്നാൽ ഈ ആധ്യാത്മിക ദൂരദൃഷ്ടി, ദീർഘവീക്ഷണ ദൃഷ്ടി ഒരിക്കലും കേടാവുക സാധ്യമല്ല. ബാബ്ദാദയുടെ മുന്നിൽ എല്ലാ ഭാഗത്തുമുള്ള സേവാ കേന്ദ്രത്തിലെ കുട്ടികൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി. ദീപാവലി ആഘോഷിച്ചുവോ? സംഗമയുഗമേ ആഘോഷിക്കുന്നതിൻ്റെ യുഗമാണ്. ഒന്നുകിൽ അന്തർമുഖിയായി അതീന്ദ്രിയ സുഖത്തിൻ്റെ ആഹ്ലാദം ആഘോഷിക്കൂ, അല്ലെങ്കിൽ സേവനത്തിൽ മഹാദാനിയായി ആത്മാക്കൾക്ക് വേണ്ടി മഹാദാനം നൽകിക്കൊണ്ട് ആഘോഷിക്കൂ, അല്ലെങ്കിൽ പരസ്പരം ആത്മീയ സംഭാഷണം നടത്തൂ, ഡാൻസ് ചെയ്യൂ. സംബന്ധ സമ്പർക്കത്തിലൂടെ പരസ്പരമുള്ള വിശേഷതയെ നോക്കൂ, വിശേഷതയുടെ സുഗന്ധമെടുക്കൂ. സദാ ആഘോഷിക്കൽ തന്നെ ആഘോഷിക്കലാണ്. പാഴാക്കുന്നതിൻ്റെ സമയം സമാപ്തമായി കഴിഞ്ഞു. പാഴാക്കുന്നതിൻ്റെ യുഗം അല്ലല്ലോ, ഇപ്പോൾ ആഘോഷിക്കുന്നതിൻ്റെയും സമ്പാദിക്കുന്നതിൻ്റെയും യുഗമാണ്, ശേഖരിക്കുന്നതിൻ്റെ യുഗമാണ്. അപ്പോൾ ബാബ്ദാദ സദാ ഓരോ കുട്ടിയെയും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ ആഘോഷിക്കുക തന്നെ വേണം. കാരണം സംഗമത്തിൽ തന്നെയാണ് പാഴാക്കുന്നതിൻ്റെയും ആഘോഷിക്കുന്നതിൻ്റെയും രണ്ടിൻ്റെയും നോളജ് ഉള്ളത്. അതിനാൽ പാഴാക്കിയ ശേഷം ആഘോഷിക്കുന്നതിന് മഹത്വമുണ്ട്. ഇപ്പോൾ പാഴാക്കുന്നതിന് ബിന്ദു ഇടൂ, സ്റ്റോപ്പ്. പാഴാക്കുവാൻ പാടില്ല. ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്. സമ്പാദിക്കേണ്ട സമയത്ത് പാഴാക്കുകയാണെങ്കിൽ എപ്പോഴാണ് സമ്പാദിക്കുക? പിന്നീട് സമയം ലഭിക്കാൻ പോകുന്നില്ല. ഏതെല്ലാം ഖജനാവുകളുണ്ട് എന്ന് ചെക്ക് ചെയ്യൂ. ഏറ്റവും വലിയ ഖജനാവ് ഏതാണ്? സങ്കല്പം, സമയം, ജ്ഞാനത്തിൻ്റെ ഖജനാവ് എന്നിവ പ്രത്യക്ഷ ജീവിതത്തിൽ വരണം. ജ്ഞാനം കേൾപ്പിക്കുന്നതും കേൾക്കുന്നതും ഫസ്റ്റ് സ്റ്റേജാണ്. എന്നാൽ ജ്ഞാനം എന്നതിൻ്റെ അർത്ഥമാണ് നോളജ്. നോളജിനെ എന്തായാണ് പറയുന്നത്? നോളജ് ലൈറ്റാണ്, മൈറ്റാണ് എന്ന് പറയുന്നുവല്ലോ.
അപ്പോൾ ജ്ഞാനത്തിൻ്റെ അഥവാ നോളജിൻ്റെ അർത്ഥമാണ് ഈ സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ ലൈറ്റും മൈറ്റും ഉണ്ടായിരിക്കുക. അപ്പോൾ നോളജ്ഫുൾ എന്ന് പറയും. കുമാരിമാർ നോളജ്ഫുൾ ആകുന്നവരാണല്ലോ. കേവലം കോഴ്സ് എടുക്കുന്നവർ ആയാൽ പോരാ, പ്രഭാഷണം ചെയ്യുന്നവരായാൽ പോരാ. അതിനോടൊപ്പം നോളജിൻ്റെ ലൈറ്റും മൈറ്റും സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ഉണ്ടായിരിക്കണം. കുമാരിമാരോട് ബാബ്ദാദയ്ക്കും വിശേഷ സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? തൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനം എടുത്തുവല്ലോ. അതോ എടുക്കണമോ? നല്ലവണ്ണം ചിന്തിച്ചുവോ? അതോ അവിടെ ചെന്ന ശേഷം ചിന്തിക്കുമോ? ഉറച്ച രീതിയിൽ ചിന്തിച്ചുവോ? എങ്കിൽ ആശംസകൾ. നോക്കൂ, ഇത്രയും ഹാൻഡ്സ് താങ്കൾക്ക് തയ്യാറായി ലഭിക്കും. ഏത് കുമാരിമാരാണോ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. എത്ര സംഖ്യയുണ്ട്? 80. ആരാണോ ഇപ്പോൾ സേവനത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്തത്, സെന്റർ സംരക്ഷിക്കാത്തത്, അവർ കൈ ഉയർത്തു. എണ്ണമെടുക്കൂ. പകുതിയുണ്ട്. ശരി, ഇത്രയും ഹാൻഡ്സിനെ ലഭിക്കുമല്ലോ. റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ? റൈറ്റ് ഹാൻഡ് ആകുമല്ലോ. നല്ലതാണ്. കുമാരിമാരാണല്ലോ. അപ്പോൾ ബാബ്ദാദ കുമാരിമാർക്ക് സെന്ററിൻ്റെ വീടും നൽകുന്നു. വരം ലഭിക്കുക തന്നെ ചെയ്തു. എല്ലായ്പ്പോഴും വീടും വരവും രണ്ടും വേണം. കുമാരിമാർക്ക് വരം ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീടും ലഭിക്കും, സെന്റർ ലഭിക്കും, കുമാരന്മാർക്കും ലഭിക്കും. കുമാർ വിചാരിക്കുന്നു, നമ്മൾ എന്തുകൊണ്ടാണ് പിന്നിൽ? പിന്നിലല്ല, മുന്നിലാണ്. കുമാരന്മാരില്ലാതെയും സേവനം എവിടെയും നടക്കുന്നില്ല. ഏതൊരു സെന്ററിലും നോക്കൂ, അഥവാ ഹാർഡ് വർക്കറായ കുമാർ ഇല്ലെങ്കിൽ സഹോദരിമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും ആവശ്യമാണ്. അതിനാൽ പാണ്ഡവർക്കും പേരുണ്ട്, ശക്തികൾക്കും പേരുണ്ട്. രണ്ടുപേർക്കും പേരുണ്ട്. ശരി. വർത്തമാന സമയത്ത് താങ്കൾ ഓരോരുത്തരും ആത്മാക്കളെ പ്രതി ദയാഹൃദയരും ദാതാവുമായി എന്തെങ്കിലുമൊക്കെ നൽകുക തന്നെ വേണം. ഒന്നുകിൽ മനസ്സാ സേവനത്തിലൂടെ നൽകൂ, അല്ലെങ്കിൽ ശുഭഭാവനയിലൂടെ നൽകൂ. ശ്രേഷ്ഠ സകാശ് നൽകുന്നതിൻ്റെ വൃത്തിയിലൂടെ നൽകൂ, അല്ലെങ്കിൽ ആധ്യാത്മികത ശക്തി സമ്പന്നമായ വാക്കുകൾ കൊണ്ട് നൽകൂ, അല്ലെങ്കിൽ തൻ്റെ സ്നേഹസമ്പന്നമായ സംബന്ധ സമ്പർക്കത്തിലൂടെ നൽകൂ. എന്നാൽ ഒരാത്മാവ് പോലും വഞ്ചിതമായിരിക്കരുത്. ദാതാവാകൂ, ദയാഹൃദയരാകൂ. നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ മുന്നിൽ അവരവരുടെ ഭാഷയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തി നൽകൂ, സ്നേഹം നൽകൂ, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകൂ, സുഖത്തിൻ്റെ കിരണങ്ങൾ കാണിച്ചു തരൂ. അപ്പോൾ ബാബ എങ്ങനെയാണ് നൽകുക? കുട്ടികളായ താങ്കളിലൂടെ തന്നെയാണല്ലോ നൽകുക. താങ്കൾ ഏവരും ബാബയുടെ റൈറ്റ് ഹാൻഡാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകണമെങ്കിൽ ഹാൻഡിലൂടെയാണല്ലോ നൽകുന്നത്. അപ്പോൾ താങ്കൾ ഏവരും ബാബയുടെ റൈറ്റ് ഹാൻഡ് ആണല്ലോ. പാണ്ഡവർ റൈറ്റ് ഹാൻഡ് ആണോ? താങ്കൾ റൈറ്റ് ഹാൻഡ്സിൻ്റെ സ്മാരകമാണ്. സ്മാരകം ഏതാണെന്നറിയാമോ? വിരാട് രൂപത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. അതിൽ എത്ര കൈകൾ കാണിക്കുന്നു? അപ്പോൾ റൈറ്റ് ഹാൻഡായ താങ്കളുടെ ചിത്രമാണല്ലോ. കുമാരിമാരെ, അതിൽ താങ്കളുടെ ചിത്രമുണ്ടല്ലോ. അതിനാൽ ഇപ്പോൾ ബാബ റൈറ്റ് ഹാൻഡ്സിലൂടെയാണല്ലോ ആത്മാക്കൾക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അഞ്ജലി നേടിക്കൊടുക്കുക. പാവങ്ങൾക്ക് അഞ്ജലി പോലും നൽകിയില്ലെങ്കിൽ എത്ര പിടയും. ഇപ്പോൾ എല്ലാ പരിധിയുള്ള കാര്യങ്ങളിൽ നിന്നും ഉപരിയാകൂ. പരിധിയുള്ള കാര്യങ്ങളിലും പരിധിയുള്ള സംസ്കാരങ്ങളിലും സമയം പാഴാക്കാതിരിക്കൂ. ബാബ്ദാദ ഇന്നും എല്ലാ കുട്ടികൾക്കും, ഇവിടെ ഇരിക്കുകയാണെങ്കിലും സെൻറ്റേഴ്സിൽ ഇരിക്കുകയാണെങ്കിലും ദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ദയാഹൃദയ ഭാവനയോടെ സൂചന നൽകുകയാണ്. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും പരിധിയുള്ള കാര്യങ്ങൾ, പരിധിയുള്ള സ്വഭാവ സംസ്കാരങ്ങൾ, വികൃതിയുടെയും കൗശലത്തിൻ്റെയും സംസ്കാരം,
അലക്ഷ്യത്തിൻ്റെ സംസ്കാരം വളരെയധികം സമയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ വിചാരിക്കുന്നു എല്ലാം നടക്കുകയാണ്, ആര് കാണുന്നു, ആരറിയുന്നു. എന്നാൽ ഇപ്പോൾ വരെയും ബാബ്ദാദ ദയാഹൃദയനാണ്. അതിനാൽ കണ്ടിട്ടും കേട്ടിട്ടും ദയ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബാബ്ദാദ ചോദിക്കുകയാണ്, അവസാനം ദയാഹൃദയനായി ഇരിക്കുന്നതും എപ്പോൾ വരെ? എപ്പോൾ വരെ? ഇനിയും സമയം വേണമോ? ബാബയോട് സമയവും ചോദിക്കുകയാണ്. ഒടുവിൽ എപ്പോൾ വരെ? പ്രകൃതിയും ചോദിക്കുന്നു. താങ്കൾ ഉത്തരം നൽകൂ, ഉത്തരം നൽകൂ. ഇപ്പോൾ കേവലം പിതാവിൻ്റെ രൂപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിക്ഷകനും സദ്ഗുരുവും തന്നെയാണ്. എന്നാൽ പിതാവിൻ്റെ രൂപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമയുടെ സാഗരത്തിൻ്റെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ധർമ്മരാജൻ്റെ പാർട്ട് നടപ്പിൽ വരുത്തിയാലോ എന്തു ചെയ്യും? ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ധർമ്മരാജൻ്റെ പാർട്ടിൽ പോലും ആഹാ കുട്ടികളെ ആഹാ എന്ന ശബ്ദം കാതുകളിൽ മുഴങ്ങണം. പിന്നെ ബാബയോട് പരാതി പറയരുത്. ബാബ അങ്ങ് കേൾപ്പിച്ചില്ല, നമ്മൾ തയ്യാറാകുമായിരുന്നേനെ. അതിനാൽ ഇപ്പോൾ പരിധിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ, സ്വഭാവത്തിൽ, സംസ്കാരങ്ങളിൽ സമയം പാഴാക്കാതിരിക്കൂ. നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കുകയാണ് എന്നത് പാടില്ല. ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2 ഇരട്ടി, 3 ഇരട്ടി, 100 ഇരട്ടി ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നടക്കുകയല്ല എന്നാകണം. അതിനാൽ ഈ ദൃഢസങ്കല്പത്തിൻ്റെ ദീപം ഹൃദയത്തിൽ തെളിയിക്കൂ. പരിധി ഉള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിൽ വൃത്തിയും ദൃഷ്ടിയും കൃതിയും ഉണ്ടാക്കുക തന്നെ വേണം. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഉണ്ടാക്കേണ്ടി വരും, ഇന്ന് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയുന്നു. പിന്നീട് എന്തു പറയും? ടു ലേറ്റ്. സമയത്തെ നോക്കൂ, സേവനത്തെ നോക്കൂ. സേവനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വയം പരിധിയിലാണോ അതോ പരിധിയില്ലാത്തതിലാണോ? പരിധിയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ താങ്കൾ ഓടാതിരിക്കൂ. അപ്പോൾ പരിധിയുള്ള വൃത്തിയും സ്വമാനത്തിൻ്റെ സ്ഥിതിയും താങ്കളുടെ പിന്നാലെ ഓടും. ബാബ്ദാദ ഈ വർഷത്തിൽ ഈ സമയം വരെയും എന്ത് ചെയ്തുവോ അതിൽ സന്തുഷ്ടമാണ്, കൃതജ്ഞതയും നൽകുന്നു. എന്നാൽ ഇപ്പോൾ സേവനത്തിൽ അനുഭൂതി ഉണ്ടാക്കിക്കണം. ദീപനാളത്തിന്മേൽ വരുന്ന ശലഭങ്ങൾ ആക്കണം. ഒന്നുകിൽ സഹയോഗിയാക്കൂ, അല്ലെങ്കിൽ സഹചാരിയാക്കൂ. എന്തെങ്കിലും ആകണം. അനുഭൂതിയുടെ ഖനി തുറക്കൂ. നല്ലതാണ്, ഇതുവരെയും നന്നായിട്ടുണ്ട്. എന്നാൽ കേവലം ചുറ്റി സഞ്ചരിക്കുന്ന ശലഭങ്ങൾ ആയാൽ പോരാ. ഉറച്ച ശലഭം ആകുന്നത് അനുഭൂതിയുടെ കോഴ്സ് ചെയ്യിക്കുന്നതിലൂടെയാണ്. ഇത്രത്തോളം അനുഭൂതി ഇപ്പോൾ ഉണ്ട്. അതായത് വളരെ നല്ലതാണ്, സ്വർഗമാണ്. ഇതുതന്നെയാണ് യഥാർത്ഥ ജ്ഞാനം, നോളജ്. ഇത്രത്തോളം സേവനത്തിൻ്റെ റിസൾട്ട് നല്ലതാണ്. ഇപ്പോൾ അനുഭൂതിയുടെ സ്വരൂപമായി അനുഭവം ഉണ്ടാക്കിക്കോ. അനുഭവം നേടുന്നവർ എന്നാൽ ബാബയുമായി ഡയറക്റ്റ് സംബന്ധം വയ്ക്കുന്നവർ. ഇങ്ങനെയുള്ള അനുഭവി ശലഭങ്ങളെ തയ്യാറാക്കൂ, സഹയോഗികൾ ആക്കി അതിൻ്റെ ആശംസകൾ ആക്കുകയും ചെയ്യൂ. ഇതാണ് സ്ഥാനം. ഇവിടെ നിന്ന് തന്നെയാണ് പ്രാപ്തി ഉണ്ടാകുന്നത്, സാധ്യമാകുന്നത്. ഇത്രത്തോളം അംഗീകരിക്കുന്നു. എന്നാൽ ബാബയുമായി ഒരൽപ്പം കണക്ഷൻ യോജിപ്പിക്കൂ. അതിലൂടെ ദീപനാളത്തിന് പിന്നാലെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ വർഷം വിശേഷിച്ച് ബാബ്ദാദ സേവനത്തിൽ അനുഭൂതി ഉണ്ടാക്കുന്നതിൻ്റെ കോഴ്സ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ സാക്ഷാത്കാരവും ഉണ്ടാകും. സാക്ഷാൽ ബാബ പ്രത്യക്ഷമാവുകയും ചെയ്യും. കേട്ടുവോ എന്ത് ചെയ്യണമെന്ന്? പ്ലാൻ ലഭിച്ചുവോ? ഇപ്പോൾ ഈ വർഷത്തെ റിസൾട്ട് നോക്കും. ശരി. 4 ഭാഗത്തുമുള്ള അതിപ്രിയപ്പെട്ട ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ പരിധിയുള്ള സ്വഭാവ സംസ്കാരങ്ങൾ പരിവർത്തനപ്പെടുത്തുന്ന
പരിധിയില്ലാത്ത പരിവർത്തകരായ ആത്മാക്കൾക്ക് സദാ ഒരു സെക്കൻഡോ ഒരു സങ്കല്പമോ പോലും വ്യർത്ഥമായി പാഴാക്കാത്തവർക്ക്, ശേഖരണം നടത്തുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക്, സദാ ദയാഹൃദയരായി ദാതാവായി ഓരോ ആത്മാവിനും, ബ്രാഹ്മണ ആത്മാവായാലും ദാഹിക്കുന്ന ആത്മാക്കളായാലും എന്തെങ്കിലുമൊക്കെ അഞ്ജലി നൽകുന്നവർക്ക്, സകാശ് നൽകുന്നവർക്ക്, ഇങ്ങനെയുള്ള വിശാല ഹൃദയം വയ്ക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെ 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 വളരെയധികം സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: ഉന്മേഷത്തിലൂടെയും ഉത്സാഹത്തിലൂടെയും വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആലസ്യത്തിൽ നിന്നും അലക്ഷ്യത്തിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. പുതിയവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പഴയവരായിക്കൊള്ളട്ടെ, ബ്രാഹ്മണനാവുക എന്നാൽ വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കുക. ഏതെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തീവ്രഗതിയോടെ പൂർത്തിയാക്കുന്നു. ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അലക്ഷ്യമായിരിക്കുന്നു. ഉത്തരവാദിത്വം ആലസ്യവും അലക്ഷ്യവും സമാപ്തമാക്കുന്നു. ഉന്മേഷവും ഉത്സാഹവുമുള്ളവർ അക്ഷീണരാകുന്നു. അവർ തൻ്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരുടെയും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്ലോഗൻ: സമയമനുസരിച്ച് ശക്തികളെ യൂസ് ചെയ്യുക എന്നാൽ ജ്ഞാനിയും യോഗിയുമായ ആത്മാവാവുക എന്നർത്ഥം. നോട്ട്: ഇന്ന് നമ്മൾ ഏവരുടെയും പ്രാണപ്രിയ ദാദി പ്രകാശ്മണിജിയുടെ പുണ്യ സ്മൃതി ദിവസമാണ്. ഇതുപോലെ ദാദിജി ഓരോ കർമ്മത്തിലും സത്യവാദിയായി സത്യമായ ഹൃദയത്തോടെ സത്യമായ പ്രഭുവിനെ തൃപ്തമാക്കി ഹൃദയ സിംഹാസനസ്ഥനായി, അതേപോലെ നമ്മളും ദാദിജിക്ക് സമാനമാകണം. ഇതുതന്നെയാണ് ദാദിജിയെ പ്രതിയുള്ള സ്നേഹം നിറഞ്ഞ ആദരാഞ്ജലി. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ
ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു.
ഞാൻ ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദു രൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി പ്രകാശ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം
ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.